പാലക്കാട് കപ്പൂരിൽ അനധികൃതമായി സൂക്ഷിച്ച അലോപ്പതി മരുന്നുകൾ പിടികൂടി. ഇമെയിൽ വഴി ലഭിച്ച ഒരു പരാതിയെ തുടർന്നാണ് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നതും ഈ മരുന്നുകൾ പിടിച്ചെടുത്തതും. ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതൊന്ന് ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപിക് മരുന്നുകളാണ്. അതായത് മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പോടും കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം. പിന്നെ H1 കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ അതുണ്ട്. ലിവോഫ്ലക്സാസിൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഉള്ള അസുഖങ്ങൾക്ക്, അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള ആൻറ്റിബയോട്ടിക് വിഭാഗങ്ങളിൽ പെടുന്ന മരുന്നുകളാണ്. ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? വ്യാപക മരുന്ന് ശേഖരമാണ് കപ്പൂരിൽ നിന്ന് പിടിച്ചെടുത്തത്. കപ്പൂർ കൂനമുച്ചി പാറക്കൽ പള്ളിക്ക് സമീപമാണ് അനധികൃതമായി സൂക്ഷിച്ച ഇത്തരത്തിലുള്ള അലോപ്പതി മരുന്നുകൾ പിടിച്ചെടുത്തത്. പാലക്കാട് ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഇതിലാണ് അനധികൃതമായി സൂക്ഷിച്ച സൈക്കോട്രോപിക്, ഷെഡ്യൂൾ H1 വിഭാഗത്തിൽപ്പെടുന്ന മാരക അസുഖങ്ങൾക്കുള്ള മരുന്ന് എന്നിങ്ങനെ 10,000 കണക്കിന് രൂപ വില വരുന്ന മരുന്നുകൾ കണ്ടെത്തിയത്. സാധാരണ ഈ H1 വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളൊന്നും നമ്മൾ കടയിൽ ചെന്നാൽ സാധാരണഗതിയിൽ വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാവുക. ഈ മരുന്നുകളുടെയൊക്കെ വലിയ ശേഖരമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ റൂമുകളിൽ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ മരുന്നുകൾ. അലോപ്പതി മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസോ മരുന്നുകൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ സ്ഥാപനത്തിലെ പ്രതിനിധികൾക്ക് കഴിഞ്ഞിരുന്നില്ല. സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയുർവേദ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന മുറിയിലാണ് ഈ മരുന്നുകൾ ഒളിപ്പിച്ചിരുന്നത്. എന്തായാലും പാറക്കപ്പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പരാതിയിലായിരുന്നു ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ദിവ്യ, ലിജീഷ്, ഷാനാസ് എന്നിവർ അടങ്ങുന്ന സംഘം പരിശോധന നടത്തിയത്. ഏതാണ്ട് 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഇവിടുത്തെ പരിശോധന. ഇവിടെ അനധികൃതമായി മരുന്ന് വിൽപ്പനയും ചികിത്സയും നടക്കുന്നതായി നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് പോലീസ് ഈ പോലീസിൽ ഈ വിവരം നൽകുകയും തുടർന്ന് ഡ്രഗ് വിഭാഗം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തത്. എന്തായാലും പിടിച്ചെടുത്ത മരുന്നുകൾ ഇന്ന് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കും. താങ്ക് യു നിഖിൽ പ്രമേഷ്.